Welcome students, I am Deshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about an introductory session on two-phase method, and today's session we are trying to discuss about a problem on the problem that we are trying to carry out by using two-phase method. So we can go move on to the problem on two-phase method. The question is that use two-phase method to solve minimize z is equal to x1 plus x2 subject to the constraints 2x1 plus x2 greater than or equal to 4, x1 plus 7x2 greater than or equal to 7, and a non-negativity condition x1 and x2 greater than or equal to 0. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റിന് പ്രത്യേകത, ഈ ക്വസ്റ്റിനകത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്ത് ഉപയോഗിച്ച് സോൾവ് ചെയ്യണമെന്ന്. ടു ഫേസ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ സോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു മെത്തേഡ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് ഈ ക്വസ്റ്റിനകത്ത് രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ആണുള്ളത്, x1ഉം x2ഉം. തന്നിട്ടുള്ള പ്രോബ്ലം എന്താണ്, മിനിമൈസേഷൻ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. കൂടാതെ ഇവിടുത്തെ കൺസ്ട്രെയിൻസിന്റെ റിലേഷൻഷിപ്പ് എന്താണ്, ഇൻഇക്വാലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ നമ്മൾ ടു ഫേസ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം, മാക്സിമൈസേഷൻ ആയിരിക്കണം. ഇനി അഥവാ മാക്സിമൈസേഷൻ ടൈപ്പ് പ്രോബ്ലംസ് അല്ല എന്നുണ്ടെങ്കിൽ എന്താക്കിയിട്ട് മാറ്റിയെടുക്കണം, മാക്സിമൈസേഷൻ ടൈപ്പ് ആക്കി നമ്മൾ മാറ്റിയെടുക്കണം. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മിനിമൈസേഷൻ പ്രോബ്ലത്തിന്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആയിട്ട് എടുക്കുന്ന ഒരു പ്രോബ്ലത്തിനെ മാക്സിമൈസേഷൻ ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ആ ഫംഗ്ഷനെ ഹോൾ ആയിട്ട് എന്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മിനിമൈസേഷൻ പ്രോബ്ലത്തിനെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് മാക്സിമൈസേഷനെ മിനിമൈസേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെയർഫോർ ആ -1 മൾട്ടിപ്ലിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ബിക്കം മിനിമൈസേഷൻ എന്തായിട്ട് മാറും, മാക്സിമൈസേഷൻ ആയിട്ട് മാറും. ഇസഡ് എന്ന് പറയുന്നത് -z ഈക്വൽ ടു x1 പ്ലസ് x2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെയർഫോർ ഇറ്റ് ബിക്കം -x1 -x2. നമുക്ക് കിട്ടുക പുതിയ LPP, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറ്റിയതിന് ശേഷം, മിനിമൈസേഷനെ മാക്സിമൈസേഷൻ ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന റീറൈറ്റ് ചെയ്യുന്ന പുതിയ LPP, ദാറ്റ് ഈസ് ദ ഓക്സിലറി LPP, ദാറ്റ് ഈസ് മാക്സിമൈസേഷൻ. ഞാൻ -z ഒരു പുതിയ വേരിയബിൾ ആയിട്ട് എന്ത് കൊടുത്തു, z ഡാഷ് എന്ന് കൊടുത്തു. നെഗറ്റീവ് സൈഡിനെ ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഒഴിവാക്കി അതിന് പറയും എന്ത് കൊടുത്തു, z ഡാഷ് എന്ന് കൊടുത്തു. z ഡാഷ് ഇസ് ഈക്വൽ ടു -x1 പ്ലസ് -x2 സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് 2x1 plus x2 minus s1 plus a1 equal to 4. ആ ഫസ്റ്റ് കൺസ്ട്രെയിനകത്തെ ഇനീക്വാലിറ്റി എന്തായിരുന്നു, greater than or equal to ആയിരുന്നു. So we have to subtract a surplus variable and we have to add an artificial variable. Therefore 2x1 plus x2 minus s1 plus a1 equal to 4, and similarly the x1 plus 7x2 minus s2 plus a2 equal to 7. So ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഓക്സിലറി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. അതായത് ഈ പാർട്ട് ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ഓക്സിലറി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിലറി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കിട്ടി. ഈ ഓക്സിലറി LPP ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഫേസ് ഓഫ് ദ ടു ഫേസ് മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫേസ് 1. അവിടെ ആദ്യത്തെ പ്രൊസീജിയർ എന്താണ്, ഈ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വേരിയബിൾസിന്റെയും, അതായത് ഡിസിഷൻ വേരിയബിൾസിന്റെയും സർപ്ലസ് ആൻഡ് സ്ലാക്ക് വേരിയബിൾസിന്റെയും കോഎഫിഷ്യനെ 0 ആക്കുകയും ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ മാത്രം കോഎഫിഷ്യൻ എന്താക്കി എഴുതുക, -1 ആക്കി എഴുതി നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യുക. Therefore ഈ z ഡാഷ് ഇസ് ഈക്വൽ ടു -x1 പ്ലസ് -x2 എന്നുള്ളത് എങ്ങനെയായിട്ട് മാറും, റീറൈറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇറ്റ് ബിക്കം z ഡാഷ് ഇസ് ഈക്വൽ ടു 0x1 പ്ലസ് 0x, രണ്ട് ഡിസിഷൻ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് എന്തായിട്ട് റീപ്ലേസ് ചെയ്തു, 0 കൊണ്ട് റീപ്ലേസ് ചെയ്തു. 0s1 പ്ലസ് 0s, രണ്ട് സർപ്ലസ് വേരിയബിളിനെ കോഎഫിഷ്യന്റ് എന്തായിട്ട് എഴുതി, 0 ആയിട്ട് എഴുതി. ആൻഡ് ഹിയർ ദർ ആർ 2 ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്, ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് എന്തായിട്ട് കൊടുത്തു, -1 ആയിട്ട് കൊടുത്തു. ദാറ്റ് ഈസ് -a1 -a2. സോ നമ്മളുടെ ഫസ്റ്റ് ഫേസ് 1നുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എന്ത് എഴുതി, റീറൈറ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് എന്തിലേക്ക് പോകാം, നമ്മുടെ ഫേസ് 1ലെ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിലേക്ക് പോവാം. സോ
സോ ഫസ്റ്റ് ഫേസ് 1-ലെ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ എന്ത് എഴുതുക? സാധാരണ പോണക്ക് ബി സി എക്സ് ബി ആൻഡ് ഡിസിഷൻ വേരിയബിൾസ്, സർപ്ലസ് വേരിയബിൾസ്, ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഇവിടെ ഹെഡ്സ് കൊടുത്തു. നമ്മൾക്ക് സാധാരണ നമ്മൾ എഴുതി വെച്ചേക്കുന്ന റീറൈറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും നമ്മൾ റീറൈറ്റ് ചെയ്ത കൺസ്ട്രെയിൻസും ഉപയോഗിച്ച്, അതായത് ഫേസ് 1-ൽ നമ്മൾ എഴുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം റീറൈറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വെച്ചേക്കുന്ന കൺസ്ട്രെയിൻസും ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ആദ്യം എന്ത് ചെയ്യണം? മെട്രിക്സ് ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്ത മെട്രിക്സിൽ നിന്നും മെട്രിക്സിന്റെ ഏതൊക്കെ വേരിയബിൾസിന്റെ കോളത്തിലാണോ ഒരു വാല്യൂ മാത്രം 1 ബാക്കി എല്ലാ വാല്യൂസും 0 ആയിട്ടുള്ളത് അങ്ങനെയുള്ള വേരിയബിൾസ് നമ്മൾ ബേസിക് വേരിയബിൾസ് ആയിട്ട് ബിയുടെ കോളത്തിൽ എടുത്തെഴുതി. ദാറ്റ് ഈസ് A1 ആൻഡ് A2. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസും എക്സ് ബിയുടെ വാല്യൂസും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിൽ നമ്മൾ ഫില്ല് ചെയ്തു. ആ സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് CJ, ZJ, ΔJ എന്നിവയുടെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ΔJയുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ അതായത് മോഡിഫൈഡ് ആയിട്ടുള്ള ഓക്സിലറി LPPക്കകത്ത് എന്താണ്? ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ഈസ് മാക്സിമൈസേഷൻ. അപ്പോൾ ഓക്സിലറി LPPയുടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ മാക്സിമൈസേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ΔJയുടെ വാല്യൂസ് എല്ലാം ഇറ്റ് ഷുഡ് ബി എയ്തർ 0 ഓർ നെഗറ്റീവ് ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ ΔJയുടെ വാല്യൂസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്ത് വന്നു? പോസിറ്റീവ് വാല്യൂസിന്റെ പ്രസൻസ് ഉണ്ട്. സോ എന്തില്ല? നമ്മളവിടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ അറ്റൈൻ ചെയ്തിട്ടില്ല. ഐട്രേഷൻ പ്രൊസീജിയറിന്റെ ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി ഐട്രേഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഇൻകമിംഗ് വെക്ടറിനെ കണ്ടുപിടിക്കും. Therefore, highest positive value ആയ 8-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ആയി x2 ആയിരിക്കും അവിടുത്തെ ഇൻകമിംഗ് വെക്ടർ. ആൻഡ് എന്ത് ചെയ്യുന്നു? ഔട്ട് ഗോയിങ് വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ തീറ്റ കണ്ടുപിടിക്കുന്നു. തീറ്റയുടെ ഇക്വേഷൻ ഇവിടെ എന്താണ്? xb ഡിവൈഡ് ബൈ x2 എന്നുള്ളതായിരിക്കും. Therefore, 4 ഡിവൈഡ് ബൈ 1 it is 4 and 7 ഡിവൈഡ് ബൈ 1 it is 7. അപ്പോൾ തീറ്റയുടെ വാല്യൂസ് അത് ലോവസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ, ദാറ്റ് ഈസ് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ആയി A2 ആയിരിക്കും ഇവിടുത്തെ ഔട്ട് ഗോയിങ് വെക്ടർ എന്ന് പറയുന്നത്. സോ ഇൻകമിംഗ് വെക്ടറും ഔട്ട് ഗോയിങ് വെക്ടറും കിട്ടി. അത് രണ്ടും ഉപയോഗിച്ച് നമ്മൾ കീ എലമെന്റ് ഈ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിലെ കീ എലമെന്റ് ഏതാണ്? 7 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് നമുക്ക് എന്ത് വൈൻഡപ്പ് ചെയ്തു? ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഇനി ഈ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. ആ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിനെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഹോം അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? തേർഡ് സിംപ്ലക്സ് ടേബിൾ നമുക്ക് കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് ഫേസിനകത്ത് ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ തേർഡ് സിംപ്ലക്സ് ടേബിൾ ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ ഫസ്റ്റ് ഫേസ് 1-നകത്തെ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ നിങ്ങൾ തന്നെ നോട്ട്ബുക്കിനകത്ത് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ആ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താം? തേർഡ് സിംപ്ലക്സ് ടേബിൾ ഇപ്രകാരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ബേസിക് വേരിയബിൾസ് x1 ഉം x2 എന്നും കിട്ടും കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ സിംപ്ലക്സ് ടേബിൾ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഒരിക്കൽ ഔട്ട് ഗോയിങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? പിന്നെ സിംപ്ലക്സ് ടേബിളിനകത്ത് ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല. ഔട്ട് ഗോയിങ് വെക്ടർ ആയിട്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ ആ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ പിന്നെ എന്ത് ചെയ്തേക്കണം? അടുത്ത സിംപ്ലക്സ് മോഡിഫൈഡ് ആയിട്ടുള്ള സിംപ്ലക്സ് ടേബിൾ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അതിനെ ആ കോളത്തിന് എന്ത് ചെയ്യാം? നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിൽ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിലൂടെയും നമുക്ക് ഫസ്റ്റ് ആ രണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിളായി A1-നെയും A2-നെയും നമുക്ക് ഔട്ട് ഗോയിങ് വെക്ടർ ആയിട്ട് കളയേണ്ടി വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സിംപ്ലക്സ് ടേബിളിന്റെ സൈസ് ചെറുതായിട്ട് ഇവിടുത്തെ വേരിയബിൾസ് ഏത് മാത്രമായിട്ട് നമുക്ക് കിട്ടി? x1, x2, s1 ആൻഡ് s2 ആയിട്ട് നമുക്ക് കിട്ടി. അത് ഉപയോഗിച്ച് നമ്മൾ ടേബിൾ ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? CJ, ZJ, ΔJ എന്നിവിടെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇവിടെ നമ്മൾ ΔJയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ΔJയുടെ വാല്യൂസ് എല്ലാം തന്നെ എന്താണ്? 0 ആണ്. സോ നമ്മളുടെ ഓക്സിലറി LPP അനുസരിച്ച് അവിടുത്തെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ മാക്സിമൈസേഷൻ ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒപ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ΔJയുടെ വാല്യൂ എന്തായിരിക്കണം? സിംപ്ലക്സ് ടേബിൾ ΔJയുടെ വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എയ്തർ 0 ഓർ നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ എല്ലാ വാല്യൂസും എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ സിംപ്ലക്സ് ടേബിളോട് കൂടെ നമുക്ക് ഈ ഐട്രേഷൻ പ്രൊസീജിയർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഫേസിലെ ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളുടെ ഇവിടെ നമ്മുടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ അറ്റൈൻ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഫസ്റ്റ് ഫേസിലെ സൊല്യൂഷൻ അഥവാ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താന്ന് നമുക്ക് പറയാം? x1 is equal to 21/3. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എങ്ങനെ പഠിക്കും? x1 is equal to 21/13 x2 is equal to 10/13 നമുക്ക് കിട്ടും. സോ ടു ഫേസ് മെത്തേഡിനകത്തെ ഫസ്റ്റ് ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് x1 is equal to 21/13 and x2 is equal to 10/13. സോ ഈ കിട്ടിയ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താന്ന് നോക്കണം? ഒപ്റ്റിമൽ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അങ്ങനെ ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്
അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. ആ പ്രൊസീജിയർ നമ്മളൊക്കെ ഇവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഫേസ് ഓഫ് ദ ടു ഫേസ് മെത്തേഡിൽ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഫേസിലേക്ക് നമുക്കൊന്ന് മൂവ് ഓൺ ചെയ്യാം. സോ phase 2 ഓഫ് ദ സിംപ്ലക്സ് മെത്തേഡ്. phase 2 നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മളുടെ ഓക്സിലറി LPP അല്ലെങ്കിൽ ഓക്സിലറി LPPക്കകത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ചല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ സെക്കൻഡ് ഫേസിനകത്ത് നമ്മൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ പ്രോബ്ലം സെഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് എന്ത് കൊടുക്കുന്നു, ഒരു ചെറിയ സ്ലൈറ്റ് ചേഞ്ച് കൊടുക്കുന്നു. അതായത് ഫസ്റ്റ് ഫേസിനകത്തെ LPP ഫസ്റ്റ് ഫേസിനകത്ത് നമ്മൾ ഫസ്റ്റ് ഫേസിൽ LPP ഉപയോഗിച്ച് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീറൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ മാത്രം കോഎഫിഷ്യന്റിനെ -1 ആയിട്ടും ബാക്കി എല്ലാ വേരിയബിൾസിന്റെയും കോഎഫിഷ്യന്റ് 0 ആയിട്ടും കൊടുത്തു അല്ലേ. പക്ഷേ സെക്കൻഡ് ഫേസ് വരുമ്പോഴത്തേക്കും നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് എവിടെ ഓൾറെഡി ഫസ്റ്റ് ഫേസ് വെച്ച് നമ്മൾ എന്ത് സിംപ്ലക്സ് ടേബിളിൽ നിന്ന് തന്നെ സ്കിപ്പ് ഔട്ട് ചെയ്തു. സോ അവിടെ നമുക്ക് ഈ സെക്കൻഡ് ഫേസ് നമുക്ക് എന്തിന്റെ പ്രസൻസ് ആവശ്യമില്ല, ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ പ്രസൻസ് ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ഫേസ് സിംപ്ലക്സ് ഫസ്റ്റ് ഫേസിനകത്തെ ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ ഐഡന്റിഫൈ നമുക്ക് മനസ്സിലാവും അവിടെ എന്തിന്റെ പ്രസൻസ് ഇല്ല, ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ പ്രസൻസ് ഇല്ല. Therefore നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും എന്തിന്റെ പ്രസൻസ് അവിടെ വേണ്ട, ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ പ്രസൻസും നമുക്ക് സെക്കൻഡ് ഫേസിൽ നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഓക്സിലറി LPPക്കകത്ത്, അതായത് മെയിൻ ആയിട്ടുള്ള റീറൈറ്റ് ചെയ്ത ഫസ്റ്റ് ഫേസിന് വേണ്ടി റീറൈറ്റ് ചെയ്ത LPP അല്ല, ഓക്സിലറി LPP ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്നും കൂടെ കൺസിഡർ കൺസിഡർ z' is equal to -x1 -x2. പിന്നെ എന്ത് വേണം, അവിടുത്തെ രണ്ട് സർപ്ലസ് വേരിയബിൾസ്. അപ്പോൾ 0s1 + 0s2. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സർപ്ലസ് വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് 0 ആയിട്ട് കൊടുത്തു. ബാക്കി രണ്ട് x1 x2 ആയി രണ്ട് ഡിസിഷൻ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ഓൾറെഡി -1 ഉം -1 ഉം തന്നെ ആയിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് z' is equal to -x1 -x2 + 0s1 + 0s2. ഇനി ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും നമ്മളുടെ ഫസ്റ്റ് ഫേസിലെ ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഫേസിനകത്തെ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതായത് ഒന്നുകൂടെ പറയാം, നമ്മളുടെ phase 2 സിംപ്ലക്സ് ടേബിൾസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് നമുക്ക് പുതിയതായിട്ട് കിട്ടിയത്, നമ്മൾ പുതിയതായിട്ട് സെക്കൻഡ് ഫേസിന് വേണ്ടി എഴുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും അതുപോലെ തന്നെ ഫസ്റ്റ് ഫേസിനകത്തെ ലാസ്റ്റ് സിംപ്ലക്സ് ടേബിളിൽ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ഫേസിനകത്തെ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ എഴുതുന്നത്. സോ ഫസ്റ്റ് phase 1 ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ ഉള്ള ബേസിക് വേരിയബിൾസ് x1 ഉം x2 ആയിരുന്നു. അത് തന്നെ നമ്മൾ അവിടെ എഴുതി. പിന്നെ എന്ത് എഴുതി, ഈ x1ന്റെ പുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോഎഫിഷ്യന്റ് എത്രയാണ്, -1 ആണ്. x2ന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്തു, മാറ്റം വരുത്തി. ബാക്കിയെല്ലാം എന്ത് ചെയ്തു, അതേപടി തന്നെ നമ്മൾ റീറൈറ്റ് ചെയ്തു. ബാക്കി ഒരു പൊസിഷനിൽ മാറ്റമില്ല. എവിടെ മാത്രം മാറ്റം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറിയത് കൊണ്ട് പഴയ സിംപ്ലക്സ് ടേബിളിൽ നിന്നും പുതിയ സിംപ്ലക്സ് ടേബിളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫേസിന്റെ ലാസ്റ്റ് സിംപ്ലക്സ് ടേബിളിൽ നിന്നും സെക്കൻഡ് ഫേസിന്റെ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റം അവിടെ എന്തിനു മാത്രമാണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറുന്നതുകൊണ്ട്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അതായത് കോഎഫിഷ്യൻസ് മാറുന്നതുകൊണ്ട് ആ സിയുടെ കോളത്തിന് മാത്രം എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുത്തുക. ബാക്കി ആ x1ന്റെ x2ന്റെ റോ അതേപടി എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ആ രണ്ട് റോസ് ഉപയോഗിച്ച് നമുക്ക് CJയുടെയും ZJയുടെയും ΔJയുടെയും വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈ ΔJയുടെ വാല്യൂസ് എല്ലാം തന്നെ either 0 or നെഗറ്റീവ് ആണ്. സോ നമ്മളുടെ ഓക്സിലറി LPP എന്തായിരുന്നു, അത് മാക്സിമൈസേഷൻ ആയിരുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ ΔJയുടെ വാല്യൂസ് എല്ലാം തന്നെ എന്താകുമ്പോഴോ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നത് 0യോ നെഗറ്റീവോ ആകുമ്പോഴാണ്. സോ ഈ കേസിൽ ഈ സെക്കൻഡ് ഫേസിന്റെ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിളിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി, ΔJയുടെ വാല്യൂസ് എല്ലാം ഇറ്റ് ഈസ് either 0 or നെഗറ്റീവ് ആണെന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമുള്ള ഒരു ഐറ്ററേഷൻ പ്രൊസീജിയറിന്റെ ആവശ്യം ഇല്ല. സോ ഈ ഒരു സ്റ്റെപ്പോട് നമുക്ക് എന്ത് വൈൻഡപ്പ് ചെയ്യാം, സെക്കൻഡ് ഫേസ് ഓഫ് ദ സിംപ്ലക്സ് ടേബിൾ അഥവാ 2 phase മെത്തേഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. And the resultant or the optimal basic feasible solution എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മളുടെ ഒറിജിനൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തന്നെ. ഫസ്റ്റ് ഫേസ് നമ്മൾ കണ്ടുപിടിച്ച ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ തന്നെ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഒപ്റ്റിമൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. Therefore the solution is x1 is equal to 21/13 and x2 is equal to 10/13. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ, അതായത് ഒറിജിനൽ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു, മിനിമൈസ് z is equal to x1 + x2. അപ്പോൾ ഈ x1 ഉം x2 ഉപയോഗിച്ച് നമുക്ക് ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന LPPയുടെ എന്ത് കണ്ടുപിടിക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമൽ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Therefore here x1 is equal to 21/13
and x2 is equal to 10 by 13. ഇത് നമ്മൾ എവിടെ ഇട്ട് കൊടുക്കണം? നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം അല്ലെ ഒറിജിനൽ LPP നമ്മളുടെ ഇതായിട്ട് ഓക്സിലറി ആയിട്ട് നമ്മൾ മാറ്റി എഴുതിയ മാക്സിമൈസേഷന്റെ മാറ്റി എഴുതിയ LPP-ക്കകത്തല്ല, നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള LPP എന്തായിരുന്നു? ക്വസ്റ്റ്യനിലുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? മിനിമൈസ് z is equal to x1 plus x2. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ കണ്ടുപിടിക്കേണ്ട ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് എന്ത് ചെയ്യണം? ഈ x1 x2 വാല്യൂസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. മിനിമൈസ് z is equal to x1 plus x2. അവിടെ x1 വാല്യൂ 21/13 x2 വാല്യൂ 10/13 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31/13 കിട്ടും. ദാറ്റ് ഈസ് ആ 31/13 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് ഈ LPP അനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ടു ഫേസ് മെത്തേഡിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലം ഇൻക്ലൂഡിംഗ് ദ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷം ഹോം അസൈൻമെന്റ് ആയിട്ട് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരിക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.